ഹായ്, ഫുട്ബോൾ ഞാൻ 4-4-2 ഫോർമേഷനെ പറ്റി ഒരു വീഡിയോ ഇതായിരുന്നു. ഇതിപ്പോൾ 4-3-3 ഫോർമേഷനാണ്, അല്ലെങ്കിൽ 4-1-3-2 ഫോർമേഷൻ, അല്ലെങ്കിൽ 3-5-2 ഫോർമേഷൻ. അങ്ങനെ നമ്പർ ഓഫ് ഫോർമേഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഫോർമേഷൻ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞത് ജോസെ മൊറീനിയോ 4-3-3 ആണ് ഉപയോഗിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് വേറെ ഫോർമേഷനാണ് ഉപയോഗിക്കുന്നത്, ആഴ്സൺ വെങ്കർ 4-4-2 ഉപയോഗിച്ച് പോലെ കപ്പടിച്ചോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഫോർമേഷൻ ഡിസൈൻ ചെയ്ത് എങ്ങനെയാണ്? നമ്മളെ ക്വാളിറ്റി ഓഫ് പ്ലേയേഴ്സ് ആണ്. അപ്പോൾ പല പ്രൊഫഷണൽ ക്ലബ്ബും കളിക്കുന്നത് വെച്ചാൽ അവർക്ക് നല്ല ഓരോ പൊസിഷനിലും ഓരോ പ്ലേയേഴ്സിനും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ പർച്ചേസ് ചെയ്തിട്ടാണ് കളിക്കുന്നത്. നമ്മളൊരു സാധാരണ ഒരു കോളേജ് ടീമോ അല്ലെങ്കിൽ ഒരു സ്കൂൾ ടീമോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലേയേഴ്സ് ചിലപ്പോൾ ഒരു പൊസിഷനിലായിരിക്കും ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കും അവർ ഫോർമേഷൻ ഡിസൈൻ ചെയ്തത്. പിന്നെ ഒരു കാര്യം, നമ്മൾ 4-4-2 ഫോർമേഷൻ തുടങ്ങി, അത് 4-3-3 കൊണ്ടുവരാം, 4-1-3-2 കൊണ്ടുവരാം, എങ്ങോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അതൊരു കോച്ചിൻ്റെ കഴിവാണ്. അത് പക്ഷേ അവരുടെ പ്രാക്ടീസ് സെഷനിൽ ഒരു ടാക്ടിക്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫോറിൻ ടീം ഏതൊക്കെ ടാക്ടിക്സ് ഉപയോഗിക്കാം, ഡിപ്പെൻഡ് ഓൺ ദ പ്ലേയേഴ്സ്. നമ്മളെ പ്ലേയേഴ്സിനെ അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഫോർമേഷൻ ആയിരിക്കണം. അപ്പോൾ ആഴ്സൺ വെങ്കർ പറയുന്നത് 4-4-2 എന്ന് വെച്ചാൽ ഈ എൻ്റയർ ഫീൽഡ് കവർ ചെയ്യുന്ന ഒരു ഫോർമേഷൻ. ഒരു തുടക്കക്കാർക്ക് ടീമോ അല്ലെങ്കിൽ ഒരു ഫുൾ ക്വാളിറ്റി പ്ലേയേഴ്സ് ഇല്ലാത്ത ടീമിനൊക്കെ 4-4-2 കളിച്ചു തുടങ്ങാം. അപ്പം ഈ പ്ലേയേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത് എപ്പോഴും നമ്മളെ ക്വാളിറ്റി അനുസരിച്ചാണ് ആ ഫോർമേഷൻ ഡിസൈൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങളുടെ ഫോർമേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ. ഫുട്ബോൾ ഇനി വ്യത്യസ്ത വീഡിയോ ആയിട്ടാണ്. ബൈ.